താഴെ തന്നിരിക്കുന്നവയില് ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് നീരാഞ്ജനം, ബി നീരാഞ്ജനം, ഓപ്ഷൻ സി നീരാജനം, ഓപ്ഷൻ ഡി നീലാഞ്ജനം. ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നീലാഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ധനം പ്ലസ് ഇല്ല്, ഓപ്ഷൻ ബി ധനത്ത് അധികം ഇല്ല്, ഓപ്ഷൻ സി ധനം അധികം തില്ല്, ഓപ്ഷൻ ഡി ധന അധികം തില്ല്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ധനം അധികം ഇല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏതു പ്രകാരത്തിൽ പെടുന്നു? എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? അടിവരയിട്ട ക്രിയാപദം ഏതാണ്? പറയണം അല്ലെ. അത് ഏത് പ്രകാരത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നിർദ്ദേശകമാണോ, ഓപ്ഷൻ ബി നിയോജകം, ഓപ്ഷൻ സി അനുജ്ഞായകം, ഓപ്ഷൻ ഡി വിധായകം. ഏത് പ്രകാരത്തിൽ പെടുന്നു? വിധായക പ്രകാരത്തില് പെടുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അഭൂഷണം, ഓപ്ഷൻ ബി ദൂഷണം, ഓപ്ഷൻ സി വിഭൂഷണം, ഓപ്ഷൻ ഡി അനഭൂഷണം. ഏതാണ് ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദൂഷണം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. കുട്ടികളില് വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കുട്ടികളിൽ, ഓപ്ഷൻ ബി വായനാശീലം, ഓപ്ഷൻ സി വളർത്താൻ, ഓപ്ഷൻ ഡി മുതിർന്നവർ ശ്രദ്ധിക്കണം. ഏതാണ് തെറ്റായ പദം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വായനാശീലം. അതാണ് തെറ്റായ പദം. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. അടുത്ത ക്വസ്റ്റ്യൻ, നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ബാല്യകാല സഖിയ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ കണ്ണ്, ഓപ്ഷൻ സി ഖുറൈശിക്കൂട്ടം, ഓപ്ഷൻ ഡി ആടുജീവിതം. ഏതാണ് ഇതിന്റെ അകത്ത് ശരിയായ ഉത്തരം? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ആടുജീവിതം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അധികാരം കയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ് ആര്? അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാര്? 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്തുനിന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം ഏതാണ് ഈ കൂട്ടത്തിൽ നിന്ന്? കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ആരാണ്? ഏതാണ് ശരി ഉത്തരം? കാര്യം നടത്തിപ്പില് യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്ന് ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഏതാണ് ഈ താഴെ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കളി, ഓപ്ഷൻ ബി അഴക്, ഓപ്ഷൻ സി പഠിപ്പ്, ഓപ്ഷൻ ഡി ഉറക്കം. ഏതാണ് ഗുണനാമത്തിന് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, അഴക്. പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്?
ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രതിനിധീകരിക്കുക, ഓപ്ഷൻ ബി പ്രതിനിധാനം ചെയ്യുക, ഓപ്ഷൻ സി പ്രതിനിധിവൽക്കരിക്കുക, ഓപ്ഷൻ ഡി പ്രതിനിധാനീകരിക്കുക. ഏതാണ് പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം? പ്രതിനിധാനം ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, തിരുവാതിര. ഏതാണ്? തിരുവാതിര. അടുത്ത ക്വസ്റ്റ്യൻ, അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് അരയന്ന പ്രൗഢൻ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, പ്രൗഢനായ അരയന്നം. ഏതാണ്? പ്രൗഢനായ അരയന്നം. ഇത് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, കാരണം ചില പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. പ്രൗഢനായ അരയന്നം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? വിസുധ അല്ലെ, വിസുധയാണ്. ഓപ്ഷൻ ഡി ആണ് ആകാശം എന്ന അർത്ഥം വരാത്ത പദം. ബാക്കിയെല്ലാം ആകാശം എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിന്റെ കർത്താവാര്? ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി. ഇതിന്റെ കർത്താവ് ആരാണ്? നാരായൺ അല്ലെ, നാരായണാണ് ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലായ കൊച്ചേരത്തിയുടെ കർത്താവ്. ആരാണ്? നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? മണലെഴുത്ത്. ഏതാണ്? മണലെഴുത്ത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, മണലെഴുത്ത് എന്ന കൃതിക്ക് ആരുടെ സരസ്വതി സമ്മാനം സുഗതകുമാരിക്ക് മണലെഴുത്ത് എന്ന കൃതി ആരുടേതാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. സരസ്വതി സമ്മാനം ലഭിച്ച മണലെഴുത്ത് എന്ന കൃതി ആരുടേതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സുഗതകുമാരിയുടേതാണ്. അങ്ങനെയും ഈ ചോദ്യം വരാറുണ്ട്, കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആര്? ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? എ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദ മിൽക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യം ഏത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് തെറ്റായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തെറ്റായ വാക്യം. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. അതാണ് തെറ്റായ പദം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്കേത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട് അല്ലെ, അതിന്റെ അകത്ത് ശരിയായ വാക്ക് ഏതാണ്? സമ്രാട്ട്. ഏതാണ്? സമ്രാട്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായ വാക്ക്. താമരയുടെ പര്യായമല്ലാത്തതേത്? താമരയുടെ പര്യായമല്ലാത്തതേത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് 4 ഓപ്ഷൻ ഉണ്ട് അല്ലെ, ആ ഓപ്ഷന്റെ അകത്ത് താമരയുടെ പര്യായമല്ലാത്തത് ഏതാണ്? വാരിധം.
ഏതാണ്? വാരിധം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് ശരി. കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവാര്? ആരാണ് ഈ കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ്? വീട്ടി പട്ടതിരിപ്പാട്. ആരാണ് കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ്? ആരാണ്? വീട്ടി പട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റക്കണ്ണൻ പോക്കർ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടു കളിക്കാരന്റെ മകൾ. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം എഴുതുക. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 4 ഓപ്ഷൻ ഉണ്ട് അല്ലെ? അതിനകത്ത് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം ഏതാണ്? സന്തോഷദായകം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സന്തോഷദായകം. അടുത്ത ക്വസ്റ്റ്യൻ. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരില് 100-ന് 90% നിരാശരാണ്. ഇതിന്റെ അകത്ത് ഈ വാക്യം നമ്മൾക്ക് ശരിയായി എഴുതിയാൽ അത് എങ്ങനെയാണ് വരുന്നത്? തൊഴിൽ ലഭിച്ചവരില് 100-ന് 90% നിരാശരാണ് എന്നാണ് വാക്യം. അത് ശരിയായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിയായി എഴുതിയാൽ അത് എങ്ങനെയാണ് വരുന്നത്? തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. തൊഴിൽ ലഭിച്ചവരില് 90% നിരാശരാണ്. അടുത്ത അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിന്റെ അകത്ത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? പണിക്കാർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? പണിക്കാർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് പണിക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ പിഞ്ഞാണവും വർണ്ണവും. ഓപ്ഷൻ ബി പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഓപ്ഷൻ സി പിഞ്ഞാണം പോലുള്ള വർണ്ണം. ഓപ്ഷൻ ഡി പിഞ്ഞാണത്തിലെ വർണ്ണം. ഏതാണ് ശരിയായിട്ട് വിഗ്രഹിച്ചെഴുതുന്നത്? പിഞ്ഞാണം പോലുള്ള വർണ്ണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്ത്? വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയെങ്കിലും. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയെങ്കിലും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പൂരണി തത്തിതമേത്? പൂരണി തത്തിതം ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് പൂരണി തത്തിതം ഏതാണ്? ഒന്നാമൻ. ഏതാണ്? ഒന്നാമൻ. യഥാവിധി വിഗ്രഹിച്ചെഴുതുക. യഥാവിധി വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വിധി എങ്ങനെയോ അങ്ങനെ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. യഥാവിധി വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം ഏത്? ഈ താഴെ തന്നിരിക്കുന്നതില് ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കയ്യാമം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശരിയായ പദം ഏത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് ശരിയായ പദം ഏതാണ്? കൈച്ചിലവ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കൈച്ചിലവ്. അടുത്ത ക്വസ്റ്റ്യൻ. ശ്ലക്ഷണ ശിലാശില്പം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ശ്ലക്ഷണ ശിലാശില്പം എങ്ങനെയാണ് ശരിയായിട്ട് വിഗ്രഹിച്ചെഴുതുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ശ്ലക്ഷണ ശിലയാകുന്ന ശില്പം. ഓപ്ഷൻ ബി ശ്ലക്ഷണ ശില നിർമ്മിതമായ ശില്പം. ഓപ്ഷൻ സി ശ്ലക്ഷണ ശില കൊണ്ട് നിർമ്മിച്ച ശില്പം. ഓപ്ഷൻ ഡി ശ്ലക്ഷണ ശിലയായ ശില്പം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ശ്ലക്ഷണ ശില കൊണ്ട് നിർമ്മിച്ച ശില്പം. പദച്ചേർച്ച കണ്ടെത്തുക അന്ത്യത്തിൽ. പദച്ചേർച്ച കണ്ടെത്തുക അന്ത്യത്തിൽ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അന്ത്യ അധികം തില്ല്. ഓപ്ഷൻ ബി അന്ത്യം അധികം ഇല്ല്. ഓപ്ഷൻ സി അന്ത്യത്ത് അധികം ഇല്ല്. ഓപ്ഷൻ ഡി അന്ത അധികം തില്ല്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അന്ത്യം അധികം ഇല്ല്. വിനയച്ചത്തിന് ഉദാഹരണം ഏത്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് വിനയച്ചത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വിനയച്ചത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ? കാണാൻ പോയി. വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? കാണാൻ പോയി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിനായിട്ട് അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഊണിന് കൃത്യം വാക്കിനു സത്യം. ഏതാണ്? ഊണിന് കൃത്യം വാക്കിനു സത്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
നിർദ്ദയം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. നിർദ്ദയം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? സദയം അല്ലെ. നിർദ്ദയം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? സദയം. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. നിർദ്ദയം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക എന്ന് പറഞ്ഞാൽ ഏതാണ്? സദയം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വേദപാരംഗതൻ ഈ പദം എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേദപാരംഗതൻ ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വേദം വായിക്കുന്നവൻ, ഓപ്ഷൻ ബി വേദത്തിൽ പാരംഗതനായവൻ, ഓപ്ഷൻ സി വേദത്തിൽ പാരംഗതൻ, ഓപ്ഷൻ ഡി വേദത്തിൽ പാരംഗമിച്ചവൻ. ഏതാണ് ശരി ഉത്തരം? വേദപാരംഗതൻ ഈ പദം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? വേദത്തിൽ പാരംഗതനായവൻ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. എങ്ങനെയാണ് ഈ വാക്യം നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റുന്നത്? ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം എങ്ങനെയാണ് നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റുന്നത്? വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. ഉത് അധികം മുഖം. എങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? ഉത് അധികം മുഖം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഉൽമുഖം, ഓപ്ഷൻ ബി ഉൻമുഖം, ഓപ്ഷൻ സി ഉത്മുഖം, ഓപ്ഷൻ ഡി ഉന്നുമുഖം. ഏതാണ് ശരി ഉത്തരം? ചേർത്ത് എഴുതുമ്പോൾ ഉത്മുഖം ഉത് അധികം മുഖം ചേർത്ത് എഴുതിയാൽ എങ്ങനെയാണ്? ഉന്മുഖം. അപ്പൊ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉന്മുഖം. പൂയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലേതാണ്? പൂയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലേതാണ്? പരിണാമം. ഏത് നോവലിലെയാണ്? പരിണാമം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. പൂയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലേതാണ്? പരിണാമം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഏത്? മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഏതാണ്? വേരുകൾ. വേരുകൾ. അത് ആ ചോദ്യം വേറെ തരത്തിൽ നമുക്ക് ചോദിക്കാം അല്ലെ. വേരുകൾ. കേരള സാഹിത്യ അവാർഡ് നേടിയ വേരുകൾ എന്ന നോവല് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പോൾ രണ്ട് രീതിയിലും അത് ചോദിക്കാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് വേരുകൾ. അപ്പോൾ വേറെ രീതിയിലും ചോദിക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വേരുകൾ എന്ന നോവൽ ആരുടേതാണ്? ആരുടേതാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പൊ അങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് ഈ താഴെ പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? empty vessel make much noise. empty vessel make much noise. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് ഏതാണ്? empty vessel make much noise. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയില് നിന്നും നിയോജക പ്രകാരത്തിന് ഉദാഹരണമായി വരുന്നത് ഏത്? ഈ താഴെ പറയുന്ന ഓപ്ഷന്റെ അകത്ത് നിയോജക പ്രകാരത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് ഏതാണ്? വരട്ടെ അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വരട്ടെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത രൂപക സമാസത്തിന് യോജിക്കുന്നത് കണ്ടെത്തുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനകത്ത് രൂപക സമാസത്തിന് യോജിക്കുന്നത് ഏതാണ്? അടിമലർ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടിമലർ. രൂപക സമാസത്തിന് യോജിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? അടിമലർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സാധാരണയായി ചിലപ്പോൾ ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. ഈ പ്രസ്താവനയിലെ തെറ്റുവരുന്ന ഭാഗം കണ്ടെത്തുക. സാധാരണയായി ചിലപ്പോൾ ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. ഈ പ്രസ്താവനയിലെ തെറ്റുവരുന്ന ഭാഗം ഏതാണ്? ചിലപ്പോൾ അല്ലെ. ചിലപ്പോൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ചിലപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. വിട്ട ഭാഗത്ത് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായി പദം ചേർക്കുക. ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. വിട്ട ഭാഗത്തെ താഴെ പറയുന്നവയിൽ നിന്ന്
ശരിയായ പദം ഏതാണ് ഇതിന്റെ അത്? അനുഗ്രഹീത. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. അങ്ങനെയാണ് അതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പാമ്പ് എന്ന അർത്ഥം വരുന്ന പദമേത്? ഈ താഴെ പറയുന്ന ഓപ്ഷനകത്ത് പാമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ? വരാളം അല്ലെ? പാമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വരാളം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. നമ്മൾ പെട്രോൾ പമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അതുകൊണ്ട് ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം തെറ്റില്ല. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏതാണ്? പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏതാണ്? അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏതാണ്? ആധാരിക. ഏതാണ്? ആധാരിക. അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏതാണ്? ആധാരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദീപാവലി കളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി, ദീപാവലി കളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ധൂർത്ത് കാണിക്കുക അല്ലെ? ദീപാവലി കളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ധൂർത്ത് കാണിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഏതാണ്? കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഏതാണ്? ആഗമ സന്ധി അല്ലെ? കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഏതാണ്? ആഗമ സന്ധി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രക്കാരൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ അല്ലെ? ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ധർമ്മരാജ. ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് കൃതിക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സുഗതകുമാരിക്ക് ഏത് കൃതിക്കാണ്? പാതിരാപ്പൂക്കൾ. ഏതാണ്? പാതിരാപ്പൂക്കൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അനുകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അനുകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അളിയൻ, ഓപ്ഷൻ ബി കാമുകൻ, ഓപ്ഷൻ സി അച്ഛൻ, ഓപ്ഷൻ ഡി ബന്ധു. അനുകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാമുകൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തത്വിധം എത്ര വിധം? തത്വിധം എത്ര വിധമാണ്? തത്വിധം 5 വിധം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലെ? കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത് അല്ലെ? വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏത്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏതാണ്? തളിർമേനി അല്ലെ? തളിർമേനി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏതാണ്? തളിർമേനി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ്. ഈ വാക്യത്തിന്റെ മലയാള തർജ്ജിമ ഏതാണ്? ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ്. ഇതിന്റെ വാക്യത്തിന്റെ മലയാള തർജ്ജിമ ഏതാണ്? മലയാളം നോവലുകളെക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? മനോഹരങ്ങളായ അല്ലെ? അതാണ് തെറ്റായ പ്രയോഗം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനോഹരങ്ങളായ അതാണ് ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം. അവന്റെ സാമർത്ഥ്യം ഏവരെയും അതിശയിപ്പിച്ചു. സാമർത്ഥ്യം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അവന്റെ സാമർത്ഥ്യം ഏവരെയും അതിശയിപ്പിച്ചു. ഇതിന്റെ അകത്ത് സാമർത്ഥ്യം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? തത്വിധം. ഏത് വിഭാഗത്തിലാണ് വരുന്നത്? തത്വിധം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ താമര എന്ന അർത്ഥം വരാത്ത പദം
ഇപ്പോൾ നമ്മളൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. താഴെ പറയുന്നവയില് താമര എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഏതാണ് താമര എന്ന അർത്ഥം വരാത്ത പദം? ജലദം അല്ലെ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ജലദം. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എം മുകുന്ദൻ. അത്യന്തം എന്ന പദം പിരിച്ചാൽ എങ്ങനെയാണ് അത്യന്തം എന്ന പദം പിരിച്ചാൽ വരുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അത്യ അധികം അന്തം, ഓപ്ഷൻ ബി അതി അധികം അന്തം, ഓപ്ഷൻ സി അതി അധികം എന്തം, ഓപ്ഷൻ ഡി അത്യ അധികം എന്തം. എങ്ങനെയാണ് അത്യന്തം എന്ന പദം പിരിച്ചാൽ വരുന്നത്? അതി അധികം അന്തം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓടയിൽ നിന്ന്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ഓടയിൽ നിന്ന്. താഴെ കൊടുത്തവയില് ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? താഴെ കൊടുത്തവയില് ഏറ്റവും ഉയർന്ന, ഈ ഓപ്ഷനകത്ത് ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെയാണ് ഈ രാവിലെ എന്ന പദം പിരിച്ചെഴുതുന്നത്? ഓപ്ഷൻ നോക്കാം അല്ലെ? ഓപ്ഷൻ എ രാവിൽ അധികം എ, ഓപ്ഷൻ ബി രാവ് അധികം ലേ, ഓപ്ഷൻ സി രാവ് അധികം എ, ഓപ്ഷൻ ഡി രാവിൽ അധികം ലേ. എങ്ങനെയാണ് രാവിലെ എന്ന പദം പിരിച്ചെഴുതുന്നത്? രാവിൽ അധികം എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? തീവണ്ടി എന്ന നാമത്തെ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. എങ്ങനെയാണ്? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മലയാള സാഹിത്യത്തില് ഏറ്റവും ഒടുവില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കാടിന്റെ മക്കൾ എന്നതിലെ സമാസം എന്ത്? കാടിന്റെ മക്കൾ എന്നതിലെ സമാസം എന്താണ്? തൽപുരുഷൻ. ഏതാണ്? തൽപുരുഷൻ. ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം അല്ലെ? ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ക്രിയാവിശേഷണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ? അടുത്ത നിലപാട് മാറ്റുക എന്ന അർത്ഥം വരുന്ന ശൈലി. നിലപാട് മാറ്റുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കാലുമാറുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.